അല്ലാതെ ഒരബദ്ധം അതങ്ങനെ ചെയ്യത്തില്ല. രണ്ടുപേരെയും കുഴപ്പമുണ്ട്. എനിക്ക് രണ്ടുപേരെയും സൈഡ് നിൽക്കേണ്ട കാര്യമില്ല. മോളായാലും മരുമോനായാലും. പക്ഷെ അവർക്ക് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. അവർ കഴിക്കാൻ വയ്യാഞ്ഞ് പ്രവർത്തിച്ചതാ, അല്ലാതെ വേറൊന്നുമല്ല. ഇവളിങ്ങനെ നടന്ന് അടിക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ മോക്ക് നല്ല ജീവിച്ചു പോകായിരുന്നു. ഇങ്ങനെ പോകേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. കൊല്ലത്ത് ഭർത്താവ് ഭാര്യയെ നടു റോഡിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. 2 ദിവസം മുമ്പാണ് സംഭവം നടക്കുന്നത്. ഭാര്യയ്ക്ക് അവീതമുണ്ടെന്ന് സംശയം തോന്നിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സംഭവം ഞാൻ ചെറുതായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഇവിടെ കൊല്ലപ്പെട്ട അനില എന്ന് പറയുന്ന സ്ത്രീ പത്മരാജന്റെ 2ാം ഭാര്യയാണ്. പത്മരാജൻ ഒരു പാചക തൊഴിലാളിയാണ്. കാറ്ററിംഗ് വർക്കും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോവായിരുന്നു. അതിനിടയ്ക്ക് ഭാര്യ അനിൽ ഒരു ബേക്കറി കട തുടങ്ങി. ഈ ബേക്കറി കടക്ക് പാർട്ണറായിട്ട് അനീഷ് എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുന്നതോടുകൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഒരു ദിവസം പെട്ടെന്ന് ബേക്കറിയിലേക്ക് കയറി ചേർന്ന പത്മരാജൻ അനീഷിനെ അവിടെ വെച്ച് കാണുകയായിരുന്നു. അത്ര ഇതാരാണെന്ന് ഭാര്യയോട് ചോദിച്ചപ്പോൾ ബേക്കറിയുടെ പാർട്ണറാണ്, പേര് അനീഷ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ പരിചയപ്പെടുത്തി കൊടുത്തു. തന്റെ ഭാര്യ തുടങ്ങിയ ബേക്കറിക്ക് ഇങ്ങനെ ഒരു പാർട്ണർ ഉള്ള കാര്യം പത്മരാജൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതുവരെ അനില പത്മരാജനിൽ നിന്നും അത് ഒളിച്ചു വെച്ചു എന്നർത്ഥം. എന്തായാലും തന്നോട് പറയാതെ തന്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായി ചേർന്ന് ബിസിനസ് നടത്തുന്നത് പത്മരാജന് തീരെ അങ്ങ് പിടിച്ചില്ല. ഇയാൾ ഈ പേരും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അനീഷുമായിട്ടുള്ള പാർട്ണർഷിപ്പ് ഒഴിയാൻ ഭാര്യയോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് തയ്യാറാവാതിരുന്ന ഭാര്യ വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയി വാടക വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. പിന്നീട് വാർഡ് മെമ്പറും ഒക്കെ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ആയിട്ട് ഒരു ചർച്ചയൊക്കെ നടത്തി. ഒടുവിൽ അനീഷിന് കൊടുക്കാനുള്ള പൈസ കൊടുത്ത് അയാളെ പാർട്ണർഷിപ്പിൽ നിന്നും ഒഴിവാക്കാമെന്നുള്ള ധാരണയിലായി. അങ്ങനെ അനില പത്മരാജന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. എന്നാൽ അതിനിടയ്ക്ക് രണ്ടുപേരും തമ്മിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ബേക്കറിയിൽ അനിലയുടെ മുന്നിൽ വെച്ച് പത്മരാജൻ അനീഷ് മർദ്ദിച്ചു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ എല്ലാം ദേഷ്യത്തിൽ തന്റെ ഭാര്യയെയും ഭാര്യയുടെ കാമുകരെന്ന് സംശയിക്കുന്ന അനീഷിനെയും കൊലപ്പെടുത്താൻ ഇയാൾ തീരുമാനിച്ചു. ഇയാൾ എന്ത് ചെയ്തു? നേരെ പെട്രോൾ പമ്പിൽ പോയി കുറച്ചധികം പെട്രോളൊക്കെ വാങ്ങി. രാത്രി ഭാര്യ ബേക്കറി അടിച്ച് വരുന്ന വഴിക്ക് അവളെ പെട്രോൾ ഒഴിച്ച് കൊല്ലാനായിരുന്നു ഇയാളുടെ പ്ലാൻ. അങ്ങനെ ഇയാൾ തന്റെ ഒമ്നി വാനെടുത്ത് ഭാര്യ ജോലി കഴിഞ്ഞ് വരുന്ന റോഡ് സൈഡിൽ ഇയാൾ കാത്തിരുന്നു. അങ്ങനെ രാത്രി ബേക്കറിക്ക് ക്ലോസ് ചെയ്ത ശേഷം ബേക്കറിയിലെ ജീവനക്കാരനായ സോണയോടൊപ്പം വരികയായിരുന്ന അനിലയുടെ കാറിന്റെ മുന്നിൽ ഇയാളെന്താക്കി ഒമ്നി വാന് ചേസ് ചെയ്ത് നിർത്തി. കാറിൽ ഭാര്യയോടൊപ്പം അനീഷിനെയാണ് പത്മരാജൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അനീഷ് ആ കാറിൽ ഉണ്ടായിരുന്നില്ല. പകരം ബേക്കറിയിലെ ജോലിക്കാരനായ സോണിയാണ് പത്മരാജനെ കാണാൻ സാധിച്ചത്. പത്മരാജൻ എല്ലാം തീരുമാനിച്ചു തന്നെയായിരുന്നു വന്നത്. അനീഷിനെ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഭാര്യയെ വക വരുത്തണമെന്ന് അയാൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ എന്താക്കി? നേരത്തെ വാങ്ങി വെച്ച പെട്രോൾ എടുത്ത് ഭാര്യയുടെ ദേഹത്തേക്കും കാറിലേക്കും ഒഴിച്ചതിന് ശേഷം അങ്ങ് തീയിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ അനിലക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ വെന്ത് മരിക്കുകയായിരുന്നു. അനിലയുടെ കൂടെ ഉണ്ടായിരുന്ന സോണിക്കും പൊള്ളലേൽക്കുകയുണ്ടായി. ഭാഗ്യത്തിനാണ് അയാൾ രക്ഷപ്പെട്ടത്. അനിലയെ കത്തിച്ച് കൊന്നതിന് ശേഷം പത്മരാജൻ എന്താക്കി? നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയും ചെയ്തു. ഇത്രയുമാണ് ഉണ്ടായ സംഭവങ്ങൾ. ഇതൊക്കെ വാർത്തകളിലൂടെ പുറത്തു വന്ന കാര്യങ്ങളാണ് കേട്ടോ. സംഭവം നടന്ന ഉടനെ മാധ്യമങ്ങൾക്ക് പോലീസിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അവർ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. എന്തായാലും നമുക്കിനി ഈ സംഭവം നേരിട്ട് കണ്ട ദൃക്സാക്ഷി എന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. കടപ്പാക്കടേക്ക് വരുന്ന വഴിയായിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തീ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ 2 വണ്ടി ഇങ്ങനെ തീ എത്തുന്നത് കണ്ട് വണ്ടി പെട്ടെന്ന് ഒതുക്കി നിർത്തി. ആ സമയത്ത് കുറച്ച് പേരേ ഉള്ളൂ. വണ്ടി കൊണ്ടു നിർത്തി. അപ്പോഴേക്ക് തീ പെട്ടെന്നങ്ങ് കൂടിയെങ്കിലും നമ്മൾ അടുത്തോട്ട് ചെന്ന ആ സ്ത്രീ ഡോറിൽ നിന്ന് ആ സ്ത്രീ പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നു. അപ്പോൾ ജസ്റ്റ് ആ സ്ത്രീക്ക് തീ പിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ അടുത്തോട്ട് നിന്ന് അവരെ സംരക്ഷിക്കാൻ നോക്കുന്നെങ്കിലും തീ അങ്ങ് കൂടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാനൊന്നും സാധിച്ചില്ല. നമ്മൾ ഓടി എടുക്കുന്നെങ്കിലും ഒരു പുരുഷൻ ഇവിടെ കൂടെ നിന്നിട്ട് അദ്ദേഹം പലരെയും ഫോൺ വിളിക്കുന്നുണ്ട്. എടാ അവൾ തീർന്നടാ എന്നുള്ള രൂപത്തിലേക്ക് വിളിച്ച് അവർ വളരെ വിഷമം അറിയിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അടുത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. അത്രയ്ക്ക് തീയായിരുന്നു. കാരണം ഇപ്പോഴത്തെ ആ ഒരു ഇടിയും നമ്മൾ പിന്നെ വരുന്ന സമയത്തുണ്ടാവുന്ന ചെറിയ തീയും കണ്ടിട്ട് ഇതൊരു അടുത്തേക്ക് എടുക്കുമ്പോൾ വലിയ തീയിലേക്ക് മാറി. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ വലിയ ഒരു വിഷമത്തിൻ്റെ ഒരു അവസ്ഥയായിരുന്നു ആ സമയം. ഞാൻ വരുന്ന സമയത്ത് ഒരു 3 പേര് ഉണ്ടായിരുന്നു. അതിൽ ആ സ്ത്രീ മറിഞ്ഞതിനകത്തേക്ക് വീണു. പിന്നെ ഒരു പരാക്രമം കാണിച്ചുകൊണ്ടൊരു പുരുഷനുണ്ടായിരുന്നു. പിന്നെ ഒരു മനുഷ്യനെ അങ്ങോട്ടേക്ക് നീങ്ങി. പക്ഷെ പിന്നെ ഞാൻ അദ്ദേഹത്തിനെ നമ്മളിവരെ നോക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കൊല ചെയ്ത വ്യക്തിക്ക് വ്യാപകമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി അപൂർവമായിട്ടാണെങ്കിലും നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട് അല്ലെ. പണ്ട് കാമുകീന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നതും കാമുകിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതും ഒക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടക്കാറുണ്ടായിരുന്നത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും. അന്ന് ഈ കുറ്റകൃത്യം ചെയ്തവർക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും കിട്ടിയതും ആരും മറന്നു കാണില്ല. അവൾ തേപ്പുകാരിയാണ്, അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കൊടും കുറ്റകൃത്യം
ചെയ്തവരെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നത് അല്ലെ. സമാനമായ സംഭവങ്ങളാണ് ഇവിടെയും നടക്കുന്നത്. ഈ വാർത്തകളുടെ എല്ലാം കമന്റ് ബോക്സിൽ പത്മരാജന് കട്ട സപ്പോർട്ടുമായി ആളുകൾ വന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനേക്കാളും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ കൊല്ലപ്പെട്ട അനിലയുടെ അമ്മ പോലും പത്മരാജനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അമ്മയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. വീട് വാടകയ്ക്ക് എടുത്തെങ്കിലും പിന്നെ 50,000 രൂപ അവൻ പപ്പരാന കൊണ്ടിട്ട് അഡ്വാൻസ് കൊടുത്ത് വാടകയും കൊടുത്തത് പപ്പരാന എല്ലാം ചെയ്തിട്ട് അത് ചെല്ലുമ്പോ ഇതേ പ്രവർത്തി നടക്കുന്നുള്ളൂ. അല്ലാതെ ഒരബദ്ധം അത് അങ്ങനെ ചെയ്യത്തില്ല. രണ്ടുപേരെയും കുഴപ്പമുണ്ട്. എനിക്ക് രണ്ടുപേരെയും സൈഡ് നിൽക്കേണ്ട കാര്യമില്ല. മോളായാലും മരുമോനായാലും. പക്ഷെ അവർക്ക് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. അവർക്ക് ജീവിക്കാൻ ഈ കാറ്റും കൊണ്ട് ജീവിച്ചു പോയിരുന്നു. അവർ കേട്ടില്ല. അവര് കൊല്ലത്ത് കടയെടുത്തേ തുടങ്ങത്തുള്ളൂ. എന്റെ മോളെ നിർബന്ധമായിരുന്നു. അവൻ എന്നിട്ടും പറയുന്നു, എന്റെ മരുമോൻ പറയുന്നത്, നീ ഇവിടെ കൂടെ ഒന്നും എല്ലാം ചെയ്തതാ, ഇവിടെ കൂടെ ഒന്നും എല്ലാം ചെയ്താൽ നമുക്ക് കരഞ്ഞു വെച്ചൂടെ. ഒരു ഇച്ചിരി ഇറച്ചി അരപ്പിടണമെങ്കിൽ ഇവനത്ര കറക്റ്റായിട്ട് ശരിക്കും അരപ്പിടായിരുന്നു. ആ പപ്പരേനെ വന്ന് അരപ്പിട്ട് കൊടുക്കുന്നതിന് 1000 രൂപ. ഇച്ചിരി പൊടി ഇറച്ചിക്ക് അതും കൊടുത്തുവിടും. എവിടെ നിന്ന് കിട്ടിയാലും പൈസ അവിടെ കൊടുത്തുകൊള്ളണം. അല്ലാതെ അങ്ങ് പിന്നെ ഭാര്യയുടെ കൊണ്ട് കൊടുക്കണം. അത് ഒന്നും ബാക്കി എടുക്കത്തില്ല. ഞാൻ ഇവിടെ ഒരു ചിട്ടിക്കറ സതീശനുണ്ട്. ഒരു പാചകം നടത്തണമെങ്കിൽ ഒരു പൈസ കൈ വെച്ചേക്കത്തില്ല. അവിടെ പോയി മറിച്ച് ഈ സാധനങ്ങളെടുത്ത് നടത്തിയിട്ട് പാചകത്തിന്റെ പൈസ പിന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കുന്നു. അതിന്റെ ബാക്കി അവിടെയും കൊണ്ട് കൊടുക്കും. വീട്ടിലാതെ വീട്ടിൽ കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരാളിന്റെ ഇതല്ല, സഹിക്കാൻ വയ്യാഞ്ഞ് പ്രവർത്തിച്ചത് അല്ലാതെ വേറൊന്നുമല്ല. ഇവളിങ്ങനെ നടന്ന് അടിക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ മോക്ക് നല്ല ജീവിച്ചു പോകായിരുന്നു. ഇങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. സ്വന്തം മോളുടെ ഭാഗത്താണ് തെറ്റെന്ന് ഈ അമ്മ ആവർത്തിച്ച് പറയുന്നത് അല്ലെ. സ്വന്തം മകൾ കൊല്ലപ്പെട്ടിട്ട് പോലും ഒരു അമ്മ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അത് അപൂർവമാണ് അല്ലെ. മകൾ എത്ര വലിയ തെറ്റുകാരിയാണെങ്കിലും സാധാരണ അമ്മമാര് തള്ളി പറയാറില്ല. മേ ബി അവർക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലെ. ഒരു പക്ഷെ അനിലയുടെ അവിഹിത ബന്ധത്തെ കുറിച്ച് അറിവുണ്ടായത് കൊണ്ടായിരിക്കണം അവരങ്ങനെ പറഞ്ഞത്. പിന്നെ മാധ്യമങ്ങൾ പറഞ്ഞത് അനില പത്മരാജനുമായി പിണങ്ങിയാണ് വാടക വീട്ടിലേക്ക് താമസം മാറിയത് എന്നാണ്. അമ്മ പറയുന്നത് ബാക്കിലടിച്ച് രാത്രി വീട്ടിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുക്കുന്നത് കാരണം പത്മരാജൻ തന്നെയാണ് അനിലക്ക് വാടകയ്ക്ക് വീടെടുത്ത് നൽകിയത് എന്നുള്ളതാണ്. എന്താണ് സത്യമെന്ന് നമുക്കറിയില്ല. ബാക്കി കൂടി കേട്ടോക്കാം. ഇങ്ങനെ ചെന്ന് കടയിൽ ചെല്ലുമ്പോ ഇവരിങ്ങനെ തങ്ങൾ ഇരിക്കുന്നതൊക്കെ കണ്ട് ഇവനങ്ങ് മനസ്സിലായി പോയി. ഒന്നാമത്തെ കാര്യം ഇവരിവിടെ ജോലിക്ക് അങ്ങനൊന്നുമല്ല. ഇവന് എന്ന് ചെന്നാലും ഈ കട തുടങ്ങിയുടെ മുതൽ ഒരാൾ കൂടെ അവിടെ ഇരിക്കുക. അന്നേരം ഇവൻ പറയാം, ഞാനാ നിന്റെ ഭർത്താവ്, നീ ആരെ ഇരിക്കല്ലേ ഇവിടെ. എനിക്കിത് കാണുമ്പം വിഷമം. സത്യം പറയാം, ഇങ്ങനെ പറഞ്ഞിവിടെ വന്ന് കരയുന്നു. അല്ല, എനിക്കിനി ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. അന്നേരം ഈ അനന്റെ പറയുന്ന അതവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്കെന്ത്, നിങ്ങൾ വീട്ടിൽ പോയിരിക്കും, ഇവിടെ അതിനും വേണ്ടി കച്ചവടം ഇല്ല. ഇങ്ങനെ എന്താ പറയുന്നത്. ഒരു പ്രാവശ്യം ഈ പത്മനാഭനെ അവൻ അടിക്കുകയാണ് ചെയ്തത്. അടിച്ചടിച്ച് 2-3 ദിവസത്തിന് മുമ്പ്. പപ്പരാനെ അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ പത്മരാജൻ അനീഷ് കയ്യേറ്റം ചെയ്തിരുന്നു എന്ന കാര്യം അമ്മ സ്ഥിരീകരിക്കുന്നുണ്ട് അല്ലെ. മാത്രവുമല്ല അനീഷിനെ കുറിച്ച് തനിക്ക് കൂടുതലൊന്നും അറിയില്ല എന്നും അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ചില കമന്റുകൾ നോക്കാം. ഭർത്താവിന് ഇരിക്കട്ടെ കുതിര പവർ, കാമുകൻ ജസ്റ്റ് മിസ്, ഭർത്താവിന് ഫുൾ സപ്പോർട്ട്, അയാൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവളും മറ്റവനും കൂടി പുള്ളിയെ തീർത്തേന്, പുള്ളി ചെയ്ത കറക്റ്റ് കാര്യം, വർഷങ്ങൾക്ക് ശേഷം ഒരു ആൺകുട്ടിയെ കണ്ടു, പത്മരാജൻ ആൺകുട്ടി, നിയമം പോയി ഊംഫാം പറ ഭർത്താവിനൊപ്പം. എന്താലേ, നടുറോട്ടിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചവനാണ് ഇജാതി സപ്പോർട്ട്. ഒന്നും പറയാനില്ല. കൊല്ലപ്പെട്ട അനിലയുടെ അമ്മ പോലും കൊലപാതകയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അനിലയ്ക്ക് അവിഹിതം ഉണ്ടെന്ന സംശയത്തിലാണ് പത്മരാജൻ അവളെ കൊല്ലുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ എല്ലാവരും പത്മരാജനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ അനിലയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവൾ തീർച്ചയായിട്ടും തെറ്റുകാരി തന്നെയാണ് എന്ന് കരുതി അവളെ കൊന്നു കളയണമെന്നാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഒരു കൊലപാതകത്തെ എന്ത് സിമ്പിൾ ആയിട്ടാണ് എല്ലാവരും കൂടി വെളുപ്പിച്ചെടുക്കുന്നത്. ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെങ്കിൽ അവളെ ഡിവേഴ്സ് ചെയ്ത് സമാധാനത്തോട് ജീവിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ നടുറോട്ടിലിട്ട് അവളെ കത്തിക്കുകയല്ല വേണ്ടത്. ഇവിടെ പത്മരാജനെ സപ്പോർട്ട് ചെയ്യുന്നവരും പണ്ട് ആസിഡ് അറ്റാക്കുകളെ സപ്പോർട്ട് ചെയ്തവരുമെല്ലാം ഒരാച്ചിലിട്ട് വാർത്തവരാണെന്ന് പറയാതെ വയ്യ. ഇനിയിപ്പോ നിനക്കെന്താ, അനിലയുടെ അമ്മ പോലും പത്മരാജനാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞ് ആരും വരാൻ നിൽക്കണ്ട. ആരിവിടെ സപ്പോർട്ട് ചെയ്താലും ഒരാൾക്ക് അവിഹിതം ഉണ്ട് എന്ന സംശയത്തിന്റെ പേരിലൊക്കെ കൊല ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. മാത്രവുമല്ല, പത്മരാജൻ വണ്ടിയിലേക്ക് പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് സോണി എന്ന് പറഞ്ഞ് നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യരും കൂടി ആ കാറിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി എല്ലാവരും ഓർക്കണം. അയാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്, പക്ഷെ ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അനിലയോടൊപ്പം അയാളും കൂടി മരിച്ചിരുന്നെങ്കിലോ നിങ്ങൾ ഈ പത്മരാജനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു? അതും കൂടി നിങ്ങൾ പറഞ്ഞിരിക്കും. കൊലപാതകമൊന്നും ഒന്നിനും പരിഹാരമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. അടുത്തൊരു ടോപ്പിക്കുമായി